അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇപ്രാവശ്യം പണി കിട്ടിയത് ബിഗ് ബോസ് ഹൗസിനും ഏഷ്യനെറ്റിനും എന്റെ മോൾ ഷെയ്നും ഒക്കെയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാരണം അവർ കണ്ടസ്റ്റന്റ് സെലക്ഷനിൽ കുറച്ച് പരാജയപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഇത് കേൾക്കുമ്പോൾ കമന്റുകൾ താഴെ വന്ന് പറയും ഇവൾ അവിടെ എന്ത് കളിയാ കളിച്ചതെന്ന്. നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ തലക്കേ? ഒരു പക്ഷേ PR കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ കുറെ കൂടെ അതൊരു 90-95 ഡേയ്സ് ഒരു പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എനിക്കത് വേണ്ടടാ. ശാരിക പുറത്തായെങ്കിലും അകത്തായാലും ശാരിക കളിച്ച് ജയിച്ചെന്ന് കേട്ടാ മതി എനിക്ക്. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ ഇടാ. അല്ലാതെ ഏതെങ്കിലും ഒരു പോണ്ട PR ചെയ്തിട്ടല്ലേടി ശാരിക നീ കിട്ടിയെന്ന് കേൾക്കണ എനിക്ക് താല്പര്യമില്ല. എന്റെ വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. ആന പിണ്ട വിടുന്നുണ്ട്, ആട് മുക്കിയാലേ മൂടോടെ പറഞ്ഞു പോരൂന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ ഈ 7ാം സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വ്യക്തി അനുമോള് തന്നെയാണ്. അപ്പൊ കണ്ടന്റ് കൊടുത്ത അത് ഞാൻ യോജിക്കുന്നില്ല. അതാരാ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്നെ അവിടുത്തെ ഇന്നസെന്റ് എന്നാ വിളിക്കുന്നത് അവിടുത്തെ ടീം. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. കോമഡി പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ, എന്റെ വയറ്റിൽ നീര് വീഴും. കാരണം ഇടക്കിടക്ക് ഇന്നസെന്റിനെ പോലൊക്കെ നിന്ന് ചിരിപ്പിച്ച് മറിപ്പിച്ച് അവർക്ക് എന്റർടൈൻമെന്റ് കൊടുത്ത ഒരാളാണ്, സീക്രട്ട് എന്റർടൈനർ ആണെന്നാണ് അവർ പറയപ്പെടുന്നത്. അനുമോളോട് അസൂയ ഉണ്ടോന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് വളരെ ധൃതിയില് അനുമോളുടെ അസൂയ ഉണ്ടോന്ന് ചോദിച്ചാൽ അനുമോളുടെ അസൂയപ്പെടേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പോരെ? അത് എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. ഒരു പൊടിക്ക് അടങ്ങടേ. അല്ല സത്യം പറ കുഞ്ഞിരാമ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? അത് നിന്റെ ഭാഷ, എന്റെ ഭാഷ അങ്ങനല്ല. എന്റെ ഭാഷ പറയുമ്പോ ഞാൻ ചോദിക്കും നീ ഏതാ, എന്തോ ചോദിക്കും, മര്യാദ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ റിയാലിറ്റി ബൈ ശാരിക ചെയ്യുന്ന വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പാവമായിട്ടിരുന്നു. അയ്യോ ഞാനൊരു ചാനലുണ്ട്, നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ മിണ്ടണേ, ഞാൻ ഇങ്ങനെ മിണ്ടത്തുള്ളൂ എന്ന് പറയത്തില്ല. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. സംസാരത്തിൽ അല്പം മാന്യതയാവാം. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ചേച്ചി ഇത്ര കണ്ണൂരിട്ടുണ്ടാ? കണ്ണൂരിട്ടും. ഇതാണ് ദിസ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അല്ല ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി ഞാൻ ഇത്രത്തോളം ഈ കണ്ണുരുട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന രീതി സംസാരിക്കണ്ട. ഞാൻ പറയട്ടെ ചേച്ചി, ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് തെറിവിളിക്കാൻ മാത്രം ആയോടാ നീ? സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്ത് സെലിബ്രിറ്റി? എന്താ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റും? എന്തിനാണ് ഈ കട്ടപ്പള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നത്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. ഞാൻ പോകുന്നു. ബൈ ബൈ.